ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു ഇടിച്ചക്ക അവിയൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇടിച്ചക്ക അവിയൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ അളവിൽ തൂക്കം വരുന്ന ഇടിച്ചക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പുറം ഭാഗത്തുള്ള ആ മുള്ളുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെത്തി മാറ്റണം. കയ്യിലേക്ക് ഒരു അല്പം എണ്ണ പുരട്ടിയിട്ടൊക്കെ നമ്മൾ ഇത് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കയ്യിൽ കറയൊന്നും ആകാതെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഇടിച്ചക്കയുടെ ആ പുറന്തോടെല്ലാം മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പുറന്തോട് മാത്രമേ അരിഞ്ഞ് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിടാവുന്നതാണ്. ഒരു അധികം വലിയ പീസാകണ്ട, അതുപോലെ തന്നെ തീരെ ചെറിയ പീസും ആകണ്ട, ഒരു മീഡിയം സൈസിന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു അല്പം വെള്ളത്തിൽ ഇതൊന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കാവുന്നതാണ്. നമ്മുടെ ഇടിച്ചക്കയ്ക്കും ആവശ്യമായിട്ടുള്ള അതിന് ആ പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടായിരിക്കും ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നത്. നമ്മുടെ ഇടിച്ചക്ക കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഇടിച്ചക്ക കംപ്ലീറ്റ് ആയിട്ട് വേകുന്നത് വരെ നമുക്കൊന്ന് സമയം കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അടച്ച് വെക്കാൻ മറക്കരുത്. അടച്ച് വെക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഇതിലുള്ള ഏകദേശം വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ തന്നെ നമ്മുടെ ഇടിച്ചൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇതുപോലെ നമ്മുടെ ഇടിച്ചക്കയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഈ ഒരു വെള്ളം മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഇടിച്ചക്ക മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കാം. ഇതിലുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചൂട് നല്ലതുപോലെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇച്ചിരി ചൂടുള്ളതിൻ്റെ പേരിൽ ഇതുപോലൊരു ഇടികല്ല് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് പൊടിയായിട്ട് നമ്മളിങ്ങനെ ചതച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ഇതുപോലെ വേണം ഉണ്ടാകാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങാക്കൂട്ടും കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു തേങ്ങയുടെ ആ ഒരു പകുതി കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം അധികം തന്നെ നമുക്ക് ഇടിച്ചക്ക ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഒരു 6 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ചേർക്കേണ്ടതെല്ലാം ഒന്ന് ചതച്ച് വേണം ചേർക്കാനായിട്ട്, അരിഞ്ഞ് ചേർക്കരുത്. അപ്പോൾ ചതച്ചെടുത്ത ചെറിയ ഉള്ളി ചേർക്കാം, സവാള ചേർക്കരുത് കേട്ടോ. കൂടെ തന്നെ ഒരു 2 പച്ചമുളകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ചെറിയ വെളുത്തുള്ളിയിൽ ഒരു 4 വെളുത്തുള്ളി, വലുതാണെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളി അല്ലി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടിയാണ്, അതും കൂടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് കൈ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം മസാലയിലൊക്കെ ഒന്ന് പിടിക്കണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് പുറത്തേക്ക് വരുന്നത് പോലെ നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ നമ്മുടെ ഇടിച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടം എല്ലാം നമ്മുടെ ഇടിച്ചക്കയിലേക്ക് ഒന്ന് യോജിച്ച് കിട്ടണം. അതുപോലെ ഒന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിലേക്ക് ഒരു താളിച്ചും കൂടി ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് താളിച്ചും കൂടി എടുക്കാം. ഇനി വേണ്ടത് നമുക്കിതുപോലെ ഒരു പാനോ അല്ലെങ്കിൽ കടായോ അടുപ്പത്തേക്ക് വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ കടുക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും കൂടെ വേണ്ടത് 1 ടീസ്പൂൺ നിറയെ തന്നെ മുഴുവൻ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 5 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി വേണ്ടത് വറ്റൽമുളകാണ്, അതും ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇന്നൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചെറിയുള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ.
ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു കളർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അല്പം മുളക് പൊടി ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ചേർക്കരുത്, ആ എരിവും കൂടി ഇതിലുണ്ടാവും. എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഈ ഒരു സമയം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കയുടെ കൂട്ടും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഇടിച്ചക്കയുടെ കൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമായിട്ട് നമ്മളിതിങ്ങനെ ചൂടാക്കണമെന്നോ വേവിക്കണം എന്നുള്ള ഒരു ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇടിച്ചക്ക അവിയൽ എന്നാണ് ഇത് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇടിച്ചക്ക തോരൻ എന്ന് പറയും. എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ വളരെ രുചികരമായിട്ട് ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു ഇടിച്ചക്ക തോരൻ അല്ലെങ്കിൽ അവിയൽ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.